ഇനി ഞാൻ കുറച്ച് ബ്യൂട്ടി ടിപ്സാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ കോസ്മെറ്റിക് ബിസിനസ്സാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ കിച്ചണിൽ നമ്മൾ അടുക്കളയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മളെ സ്കിന്നിനെ നല്ല ഗ്ലോ ആയിട്ട് നിർത്താൻ പറ്റും. അതുപോലെ റിങ്കിൾസൊക്കെ ഇല്ലാതാക്കാൻ പറ്റും. ബ്രൈറ്റനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, കളറൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. തെസ്നിംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് തൈര് വെച്ചാണ്. തൈര് നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ട് അരിപ്പയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുക്കണം. അത് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം നമ്മൾ ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ വരികയാണ്, കുറച്ച് വെയിൽ കൊണ്ടു, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും എന്തോ ഫേസ് ഒരു കുറച്ച് ഡള്ളായിട്ടുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ തൈര് എടുത്തിട്ട് ഈ തൈര് മുഖത്ത് നന്നായിട്ട് തേച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതൊന്ന് ഡ്രൈ ആയിട്ട് വരും. അതിലുള്ള ജ്യൂസൊക്കെ നമ്മൾ മുഖത്തേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. തൈരിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ മുഖത്തുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം മൈൽഡ് സോപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ മതി. നല്ല നമുക്കൊരു ഒരു ഗ്ലോ വന്ന പോലെ തോന്നും. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണത്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ട്, നമുക്ക് മുഖമൊക്കെ ഒന്ന് ഫ്രഷാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാലെടുക്കുക, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുക. എന്നിട്ട് അതൊന്ന് മിക്സ് ആവണം, ചെറുതായിട്ടൊന്ന് പഞ്ചസാര അലിയണം. എന്നിട്ട് ആ പഞ്ചസാര പാലിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ മുഖത്ത് സ്ക്രബ് ചെയ്യുക. ഇതൊരു ഏകദേശം ഒരു 1/4 കപ്പ് പാലായിരിക്കും. അളവിലൊന്നും വലിയ പ്രശ്നമില്ല. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ പഞ്ചസാര ഇപ്പോൾ ചെറുതായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട്, അല്ലെങ്കിൽ തീരെ അലിയാത്തത്, ഇത് പാലിടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഞ്ചസാരക്ക് കുറച്ച് ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മളെ ഫേസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖത്തെല്ലാം പാട് വരും. അപ്പോൾ നമ്മൾ പഞ്ചസാര പാലിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അലിഞ്ഞിട്ട് ഇങ്ങനെ തരിതരിപ്പായിട്ടുണ്ടാവും. അതെടുത്തിട്ട് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ മുഖത്ത് മുഴുവൻ സ്ക്രബ് ചെയ്യണം. മൂക്കിൻ്റെ സൈഡിൽ, കണ്ണിൻ്റെ താഴെ, ഫേസ്, കവിളിൽ എല്ലാം ചെയ്യണം, കഴുത്തിൽ എല്ലാം ചെയ്യാം. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഫേസിലുള്ള ഡെഡ് സെൽസൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ഒരു വൃത്തിയാവും. എന്നിട്ട് നന്നായിട്ട് മുഖം ഒന്ന് കഴുകുക. അതിന് ശേഷം നമ്മളൊരു പാക്ക് ഇടണം. ഓട്സൊക്കെ ചേർത്തിട്ടുള്ള പാക്കാണ്. അപ്പോൾ ആ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം മുട്ടവെള്ളം എടുക്കണം. ഇപ്പോൾ മുട്ടവെള്ള ഓട്സ്, ഒരു മുട്ടയുടെ വെള്ളയാണ് ഇതിലേക്ക് മുട്ടവെള്ളയിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്തു. ഇനി ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് ആ പാക്ക്. മുട്ടവെള്ളയും ഓട്സും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. ഇതിലിപ്പോൾ കുറച്ച് അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര ചേർത്ത് മുഖം ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഈ പാക്കാണ് നമ്മൾ മുഖത്തിടേണ്ടത്. ഫേസിൽ നന്നായിട്ട് കുറച്ച് സമയം ഇടുക, കഴുത്തിലിടണം, ഫേസിൽ കംപ്ലീറ്റ് ഇടണം. എന്നിട്ട് അത് കുറച്ച് സമയം വയ്ക്കുക. അപ്പോൾ ഒന്ന് ഉണങ്ങി വരും. അതിൻ്റെ ജ്യൂസൊക്കെ നേരത്തെ തൈരിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മുഖത്തേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് കഴുകിക്കളയുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇത് നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നുണ്ട്, ഇപ്പോൾ ഈവനിങ് ഫംഗ്ഷനാണ് പോകണമെങ്കിൽ രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഫേസിൽ ഫേസ് മേക്കപ്പ് ആയാലും ഫേസിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും, ഇപ്പോൾ നമ്മളൊരു പാക്ക് ഇടുകയാണ്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുകയാണ്, ക്രീം എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും അത് ഫേസിൽ എന്തൊക്കെ ചെയ്യുന്നത് അതെല്ലാം നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ ചെയ്യണം.
ഒരേപോലെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് ഞാൻ മുടിയിൽ താരനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുട്ടവെള്ളം എടുക്കുക, മുട്ടവെള്ളയിലേക്ക് ചെറുനാരങ്ങ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഇതെങ്ങനെയാണ് ചെയ്യണേ കാണിച്ചു തരാം. ചെറുനാരങ്ങ നീര് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് തലയിൽ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ച് സമയം കൊടുക്കണം. കുറച്ച് സമയം കൊടുത്തിട്ട് അത് ഉണങ്ങി വരുന്ന സമയത്ത്, നന്നായിട്ട് ഡ്രൈ ആവണ്ട, കുറേയൊക്കെ ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് പൈപ്പിൻ്റെ ചോട്ടിൽ കാണിച്ചിട്ട് നന്നായിട്ട് തല കഴുകിയെടുക്കുക. ഇങ്ങനെ നല്ല താരനുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും. ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചൊറിച്ചിലും വലിയ അധികമുള്ള താരനൊക്കെ പോകും. പിന്നെ ഇത് 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും എന്തായാലും നന്നായിട്ട് കുറയും. നന്നായിട്ട് താരനുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യുക. പിന്നെ വീക്ക്ലി വൺസ് ഒക്കെ ചെയ്താൽ മതിയാവും. ചെയ്ത് നോക്കണം. ചെറുനാരങ്ങയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി നിറയെ ഉള്ളതാണ്. പിന്നെ അതുപോലെ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും. അടുത്തത് മുടിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ചില മുടി ഉണ്ടാവും നമ്മൾ കെമിക്കലി ട്രീറ്റ് ചെയ്ത മുടി, അല്ലെങ്കിൽ അല്ലാത്ത മുടി തന്നെ കുറച്ചൊരു റഫായിട്ടുണ്ടാവും. കുറേ ഷാമ്പൂ ഒക്കെ തേച്ച് കുറേ നമ്മൾ അങ്ങനെയൊക്കെ കളർ ചെയ്ത് അങ്ങനെയൊക്കെ നടക്കുമ്പോൾ അത് കുറച്ച് റഫായിട്ടുണ്ടാവും. കുറച്ച് ദിവസം നമുക്ക് മുടിയൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ അത് കുറച്ച് റഫായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. മുടി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ്. അടുത്തത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. 1/4 കപ്പ് തൈര്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നിങ്ങൾ തലയിൽ ഏത് എണ്ണയാണോ തേക്കണേ അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് 1 ചെറുപഴം. ഞാൻ റോബസ്റ്റയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ഉപയോഗിക്കാം. ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റായിട്ടുണ്ട്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് റോബസ്റ്റയാണ്. റോബസ്റ്റ വേണം നിർബന്ധമില്ല, ചെറുപഴം ആയാലും മതി. മൈസൂർ പഴം, പൂവൻപഴം എന്നൊക്കെ പറയുന്ന ചെറുപഴങ്ങൾ ഏതെങ്കിലും മതി. നേന്ത്രപ്പഴം ഉപയോഗിക്കരുത്. പിന്നെ 1/4 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ എണ്ണ, നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത് ആ എണ്ണ. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ ഹണി. ഇതെല്ലാം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കുക. നന്നായിട്ട് തന്നെ അരയ്ക്കണം, അല്ലെങ്കിൽ ഈ പഴത്തിൻ്റെ പീസസ് മുടിയിൽ പിടിച്ചു പോകും. അപ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് അത് തലയിൽ സ്കാൽപ്പിൽ നന്നായിട്ട് പിടിപ്പിക്കണം. പിന്നെ മുടിയിൽ, സാധാരണ മുടിയിൽ നമ്മൾ അധികം ചെയ്യാറില്ല, സ്കാൽപ്പിൽ ചെയ്യണം എന്നാണ് പറയാറുള്ളത്. ഇത് നന്നായിട്ട് മുടിയിൽ തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. എന്നിട്ട് കെട്ടിവെക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. ഒരു മൈൽഡ് ഷാമ്പൂ ഏതെങ്കിലും വെച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. വളരെ എഫക്റ്റീവാണ്. നല്ല സോഫ്റ്റ് സിൽക്കി ഹെയർ കിട്ടും. ഞാൻ 5 ബ്യൂട്ടി ടിപ്സാണ് ഇപ്പോൾ ഇന്ന് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ ഇതിപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും ഞാൻ വായിച്ചിട്ട് വെറുതെ നിങ്ങളോട് പറയുകയെ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നത് നിങ്ങളോട് ഷെയർ ചെയ്യുകയൊന്നുമല്ല. ഇത് ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കളറൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, റിങ്കിളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫേസ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണം. അതിന് വേണ്ടി, എന്നാലേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ എല്ലാ കാര്യത്തിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ എന്നോട് പറയണം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടമുള്ളവർക്കെല്ലാം എൻ്റെ വീഡിയോസ് അയച്ചു കൊടുക്കണം.